ശബരിമലയിലെ അതീവ സുരക്ഷയുള്ള ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവാദമായ കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും 41 ദിവസത്തെ കഠിനമായ റിമാൻഡ് കാലാവധിക്കും ശേഷമാണ് തന്ത്രിക്ക് കോടതിയിൽ നിന്ന് ആശ്വാസകരമായ ഈ ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി എന്നിവയിലെ സ്വർണം മോഷ്ടിച്ചുവെന്ന ഗൗരവകരമായ ആരോപണങ്ങളിലാണ് തന്ത്രിയെ പ്രതി ചേർത്തിരിക്കുന്നത്. ഈ 2 കേസുകളിലും കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയതോടെ നിയമപരമായ കടമ്പകളിൽ ഒന്നിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. അതീവ രഹസ്യ സ്വഭാവത്തോടെയും ഭക്തിയോടെയും സംരക്ഷിക്കപ്പെടേണ്ട ക്ഷേത്ര സമ്പത്ത് അപഹരിക്കപ്പെട്ടുവെന്ന വാർത്ത കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ വലിയൊരു ഞെട്ടലായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. ശബരിമലയിലെ ആചാരപരമായ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇത്തരം ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടത് ഭക്തർക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രധാനമായും ഉന്നയിച്ച വാദമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ക്രമക്കേടുകൾക്കും മോഷണങ്ങൾക്കും തന്ത്രിയുടെ പരോക്ഷമായ പിന്തുണയോ അറിവോ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷിച്ച സംഘം ആരോപിച്ചിരുന്നു. ഈ ബന്ധം സ്ഥാപിക്കുന്നതിനായി നിരവധി ഡിജിറ്റൽ തെളിവുകളും മൊഴികളും ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചെങ്കിലും തന്ത്രിയെ നേരിട്ട് മോഷണവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകളുടെ അഭാവം കോടതി ചൂണ്ടിക്കാട്ടി. 41 ദിവസത്തെ റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിയെ കൂടുതൽ കാലം കസ്റ്റഡിയിൽ വെക്കുന്നത് തെളിവുകളുടെ അഭാവത്തിൽ നീതീകരിക്കാനാവില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും പൊതിഞ്ഞിരുന്ന സ്വർണത്തിന്റെ അളവിൽ വലിയ കുറവ് വന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ പരിശോധിച്ച് തിട്ടപ്പെടുത്തുന്ന വേളയിലാണ് ഈ ക്രമക്കേട് പുറത്തു വന്നത്. കേസിലെ മറ്റ് പ്രതികളായ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും നേരത്തെ തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പല പ്രതികൾക്കും ജാമ്യം ലഭിച്ചതെങ്കിൽ തന്ത്രിയുടെ കാര്യത്തിൽ കുറ്റകൃത്യത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തം തെളിയിക്കാൻ സാധിക്കാത്തതാണ് ജാമ്യത്തിലേക്ക് നയിച്ചത്. അന്വേഷണം ഏകദേശം പൂർത്തിയായെന്നും തന്ത്രിയെ പുറത്തിറക്കുന്നത് കേസിനെ ബാധിക്കില്ലെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കോടതി മുഖവിലക്കെടുത്തു. കേരളത്തിലെ പ്രമുഖമായൊരു തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള വ്യക്തികൾക്കെതിരെ ഇത്തരമൊരു സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കപ്പെട്ടത് ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ സാധാരണമായ ഒന്നാണ്. ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ സ്വർണം കടത്താൻ ശ്രമിച്ചുവെന്നും ഇതിന് ഉന്നത തലത്തിലുള്ള ഒത്താശ ഉണ്ടായിരുന്നുവെന്നുമാണ് വിജിലൻസ് ആദ്യഘട്ടത്തിൽ കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകാൻ വിജിലൻസിന് കഴിഞ്ഞില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി സൗഹൃദം ഉണ്ടായിരിക്കാം എന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ലെന്ന വാദമാണ് കോടതിയിൽ തന്ത്രിയുടെ അഭിഭാഷകർ പ്രധാനമായും ഉയർത്തിയത്. 41 ദിവസത്തെ ജയിൽവാസം തന്ത്രിയുടെ ആരോഗ്യനിലയെയും മാനസികാവസ്ഥയും ബാധിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. ഭൗതികമായ തെളിവുകളില്ലാതെ വെറും മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ കേസിൽ വലിച്ചിഴക്കുകയായിരുന്നു എന്ന വാദം ശക്തമാണ്. എന്നിരുന്നാലും ശബരിമല പോലൊരു പുണ്യസങ്കേതത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തേണ്ടത് നീതി നിർവഹണത്തിനും അത്യാവശ്യമാണ്. സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കുന്നതിലോ തൂക്കം തിട്ടപ്പെടുത്തുന്നതിലോ ഉണ്ടായ വീഴ്ചകളാണോ അതോ കൃത്യമായ ആസൂത്രണത്തോടുള്ള മോഷണമാണോ നടന്നതെന്ന് ഇനിയും പൂർണ്ണമായി വ്യക്തമാകേണ്ടതുണ്ട്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനയോ രാസപരിശോധനയോ പോലുള്ള ശാസ്ത്രീയമായ മറ്റ് തെളിവുകൾ ഈ സാമ്പത്തിക കേസിലും നിർണായകമായി മാറും. ജാമ്യം ലഭിച്ചെങ്കിലും കർശനമായ ഉപാധികളോടെയാണ് തന്ത്രിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കേസ് ശബരിമലയുടെ ഭരണ സംവിധാനത്തിലും ആചാരപരമായ അനുഷ്ഠാനങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പുതിയ സംവാദങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഓരോ കിലോ സ്വർണവും കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നും ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. തന്ത്രിക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളും ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്. ഈ കേസിന്റെ അന്തിമ വിധി വരുന്നതുവരെ ശബരിമല തന്ത്രി കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കും ഈ വിവാദം ഒരു കരിനിഴലായി തുടരുക തന്നെ ചെയ്യും.